ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഉണ്ടാക്കാം. ഈവനിങ്ങിലേക്കായിട്ട് നമ്മൾ കോളിഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ് വയ്ക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. വെജിറ്റബിൾ അരിഞ്ഞ് വയ്ക്കുക, പിന്നെ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഇതാണ് കോളിഫ്ലവർ നമ്മൾ മഞ്ഞപ്പൊടി ചൂടുവെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളതിൽ മുക്കി ഡിപ്പ് ചെയ്തിടുക. പിന്നെ അത് വാരിയിട്ട് മാറ്റി വയ്ക്കണം. ഒരു അരമണിക്കൂർ ഇട്ട ശേഷം പിന്നെ ഒരു കൂട്ടുണ്ടാക്കി. ആ കൂട്ടിൻ്റെ ഇതെന്താണെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഇതിൽ തിരിഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇത് സാധാ നമ്മൾ മസാലക്കറി ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതെല്ലാം കൂടെ നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണ്. നന്നായിട്ട് വറുത്ത് അടിപൊളിയാക്കി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മസാല വിതറി ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ മുരിച്ചെടുത്ത് കോരി മാറ്റി വയ്ക്കുക. കണ്ടോ, നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ പിന്നെ ശേഷം അതിലേക്ക് വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, മുളക്, വെളുത്തുള്ളി, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് സ്ലൈസായിട്ട് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇത്രയും നമ്മൾ ചേർക്കാം. എൻ്റെ ചീഞ്ചട്ടി അടി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചീഞ്ചട്ടി ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ ചീഞ്ചട്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ലേശം തക്കാളി ഇടുക. വീണ്ടും നന്നായിട്ട് വരട്ടി നന്നായിട്ട് വരണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കാം. ഫസ്റ്റ് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. ഈ മസാലപ്പൊടി ഉണ്ടാക്കുന്നതിലും ഡയറക്റ്റ് നമ്മളൊരു കൂട്ടായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതും ഞാൻ മെസ്സേജ് ചെയ്തിട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ലേശം ഇതെല്ലാം വരണ്ട ശേഷം ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, നിങ്ങൾ തണുത്ത വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ലേശം കുരുമുളക് പൊടി തൂവി തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക. തിളച്ച ശേഷം നമ്മൾ ലേശം തൈര് ആഡ് ചെയ്യുക. ഇച്ചിരി കട്ടത്തൈരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അധികം പുളി വേണ്ട. പിന്നെ ഉപ്പ് വിതറി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അത് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി നമുക്ക് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം ഈ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതാ നമ്മുടെ കറി കുറച്ചൊന്ന് തിളച്ച് സെറ്റായി. അതിന് ശേഷം നമ്മൾ ലാസ്റ്റത്തെ സ്റ്റേജാണ് മല്ലിയില വിതറി എടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.